ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ 60 വയസ്സിന് ശേഷം ആരോഗ്യത്തോടെ ജീവിക്കാൻ 10 മെഡിക്കൽ ബേസ്ഡ് ഹെൽത്ത് റൂൾസ്. നമസ്കാരം. 60 വയസ്സ് കഴിഞ്ഞാൽ ജീവിതം മന്ദഗതിയിലാകേണ്ടതില്ല, മറിച്ച് ശരീരത്തെയും മനസ്സിനെയും കൂടുതൽ ശ്രദ്ധിച്ച് സ്വതന്ത്രമായും സജീവമായും ആരോഗ്യകരമായും ജീവിക്കാനുള്ള സമയമാണ് ഈ കാലഘട്ടം. പ്രായം കൂടുമ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ സാധ്യത വർദ്ധിക്കും. എന്നാൽ പല കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലാണ്. ഇന്ന് 60 വയസ്സിന് മുകളിലുള്ളവർ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട ചില ശാസ്ത്രീയമായി പിന്തുണയ്ക്കപ്പെടുന്ന ആരോഗ്യശീലങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്നാമത്തത്, ദിവസവും ശരീരം ചലിപ്പിക്കുക. പ്രായമായി ഇനി വ്യായാമം വേണ്ട എന്ന ചിന്ത തെറ്റാണ്. നടത്തം, സൈക്ലിംഗ്, നീന്തൽ തുടങ്ങിയ എയറോബിക് ആക്ടിവിറ്റികൾ ഹൃദയരോഗത്തിനും സ്റ്റാമിനയ്ക്കും സഹായിക്കും. അതോടൊപ്പം സ്ട്രെങ്ത് ട്രെയിനിങ് വളരെ പ്രധാനമാണ്. പ്രായം കൂടുമ്പോൾ മസിൽ മാസ് കുറയാം. അതുകൊണ്ട് ആഴ്ചയിൽ കുറഞ്ഞത് 2 ദിവസം പേശികളെ ശക്തിപ്പെടുത്തുന്ന വ്യായാമങ്ങൾ ചെയ്യുന്നത് പ്രയോജനകരമാണ്. പക്ഷേ പുതിയ എക്സസൈസ് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് ഹൃദയമോ സന്ധികളോ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറുമായി സംസാരിക്കുക. രണ്ടാമത്തത്, വീഴ്ചകൾ തടയുക. 60 കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹെൽത്ത് പ്രയോറിറ്റീസിൽ ഒന്നാണ് ഫാൾ പ്രിവെൻഷൻ. വീട്ടിൽ വഴുതി വീഴാനുള്ള കാർപ്പറ്റ്, ലൂസ് കേബിൾസ് തുടങ്ങിയവ ഒഴിവാക്കുക. രാത്രിയിൽ ബാത്റൂമിലേക്ക് പോകുമ്പോൾ മതിയായ ലൈറ്റിംഗ് ഉറപ്പാക്കുക. ബാലൻസ് എക്സസൈസസ്, ലെഗ് സ്ട്രെങ്തനിങ് എക്സസൈസസ് എന്നിവയും സഹായിക്കും. ഒരു വീഴ്ച ചിലപ്പോൾ ഫ്രാക്ചറിലേക്കും ദീർഘകാല മൊബിലിറ്റി പ്രശ്നങ്ങളിലേക്കും നയിക്കാം. മൂന്നാമതായിട്ട് പറയുന്നത്, ഭക്ഷണത്തിൽ ഗുണമേന്മയ്ക്ക് മുൻഗണന നൽകുക. പ്രായം കൂടുമ്പോൾ കുറച്ച് മാത്രം കഴിക്കുക എന്നതിലുപരി ശരിയായ ഭക്ഷണം തിരഞ്ഞെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ടത്. പച്ചക്കറികൾ, പഴങ്ങൾ, ഹോൾ ഗ്രെയിൻസ്, ബീൻസ്, പൾസസ്, നട്ട്സ്, സീഡ്സ്, ഫിഷ് അല്ലെങ്കിൽ മറ്റ് പ്രോട്ടീൻ സോഴ്സസ് എന്നിവ ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് പ്രോട്ടീൻ വളരെ പ്രധാനമാണ്. കാരണം മസിൽ മെയിൻ്റനൻസിന് അത് ആവശ്യമാണ്. ഉപ്പ്, ആഡഡ് ഷുഗർ, ഹൈലി പ്രോസസ്ഡ് ഫുഡ്സ് എന്നിവ പരിമിതപ്പെടുത്തുക. നാലാമത്തതായി, രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും പരിശോധിക്കുക. ഹൈ ബ്ലഡ് പ്രഷർ പലപ്പോഴും യാതൊരു ലക്ഷണവും കാണിക്കില്ല. അതുകൊണ്ട് എനിക്ക് പ്രശ്നം ഒന്നുമില്ല എന്ന് കരുതാതെ റെഗുലർ ഹെൽത്ത് ചെക്സ് നടത്തുക. ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ബ്ലഡ് ഷുഗർ തുടങ്ങിയ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പരിശോധിക്കുന്നത് ഹൃദ്രോഗം, സ്ട്രോക്ക് തുടങ്ങിയ പ്രശ്നങ്ങളുടെ റിസ്ക് കുറയ്ക്കാൻ സഹായിക്കും. അഞ്ചാമത്തത്, മരുന്നുകൾ സ്വയം മാറ്റരുത്. 60 കഴിഞ്ഞാൽ പലർക്കും ഒന്നിലധികം മരുന്നുകൾ ഉണ്ടാകാം. ഒരു മരുന്ന് നിർത്തുകയോ ഡോസ് മാറ്റുകയോ മറ്റൊരാളുടെ മരുന്ന് ഉപയോഗിക്കുകയോ സ്വയം ചെയ്യരുത്. നിങ്ങൾ കഴിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ്, ഓവർ ദ കൗണ്ടർ മെഡിസിൻസ്, വൈറ്റമിൻസ്, സപ്ലിമെൻറ്റ്സ് എന്നിവയെക്കുറിച്ച് ഡോക്ടർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനോട് പറയുക. ചില മരുന്നുകൾ തമ്മിൽ ഇൻറ്ററാക്ഷൻ ഉണ്ടാകാം. ആറാമത്തത്,
ഉറക്കത്തിന് പ്രാധാന്യം നൽകുക. പ്രായം കൂടുമ്പോൾ ഉറക്കത്തിൻ്റെ പാറ്റേൺ മാറ്റാം. എന്നാൽ നിരന്തരം ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നത് പ്രായത്തിൻ്റെ ഭാഗം എന്ന് മാത്രം കരുതരുത്. റെഗുലർ സ്ലീപ്പ് ഷെഡ്യൂൾ പാലിക്കുക. വൈകുന്നേരം കഫൈൻ കുറയ്ക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് സ്ക്രീൻ ടൈം കുറയ്ക്കുക. പകൽ ശാരീരികമായി സജീവരാകുക. നിരന്തരം ശക്തമായ സ്നോറിങ്, രാത്രിയിൽ ശ്വാസം മുട്ടൽ, പകൽ അമിതമായ ഉറക്കം തുടങ്ങിയവ ഉണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കുക. 7 കണ്ണും ചെവിയും പരിശോധിക്കുക. വിഷൻ, ഹിയറിംഗ് എന്നിവ കുറയുന്നത് ജീവിത നിലവാരത്തെ ബാധിക്കും. കാഴ്ച കുറഞ്ഞാൽ വീഴ്ചയുടെ റിസ്ക് കൂടാം. ഹിയറിംഗ് ലോസ് ഉണ്ടെങ്കിൽ സാമൂഹിക അകലം, ആശയവിനിമയ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാം. അതുകൊണ്ട് റെഗുലർ ഐ ആൻഡ് ഹിയറിംഗ് ചെക്സ് അവഗണിക്കരുത്. 8 വാക്സിനേഷനുകളും പ്രിവെൻറ്റീവ് സ്ക്രീനിങ്ങുകളും. 60-60+ വയസ്സിൽ പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ വളരെ പ്രധാനമാണ്. നിങ്ങളുടെ പ്രായം, ആരോഗ്യസ്ഥിതി, രാജ്യത്തെ ഗൈഡ് ലൈൻസ് എന്നിവ അനുസരിച്ച് ഇൻഫ്ലുവൻസ, COVID-19, ഷിംഗിൾസ്, ന്യൂമോകോക്കൽ തുടങ്ങിയ വാക്സിൻസ് ആവശ്യമായേക്കാം. അതുപോലെ ബൗൾ ക്യാൻസർ സ്ക്രീനിങ് പോലുള്ള റെക്കമെൻഡഡ് സ്ക്രീനിങ് പ്രോഗ്രാംസിൽ പങ്കെടുക്കുക. 9 ഒറ്റപ്പെടരുത്. ഹെൽത്ത് എന്നത് ശരീരം മാത്രമല്ല, മെൻ്റൽ ആൻഡ് സോഷ്യൽ ഹെൽത്തും അത്ര തന്നെ പ്രധാനമാണ്. സുഹൃത്തുക്കളുമായി സംസാരിക്കുക. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക. ഒരു ഹോബി പഠിക്കുക. വായന, സംഗീതം, ഗാർഡനിങ്, വോളണ്ടിയറിങ് തുടങ്ങിയ ആക്ടിവിറ്റീസ് മനസ്സിനെ സജീവമായി നിർത്താൻ സഹായിക്കും. 10 ശരീരത്തിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. പ്രായം കൂടുമ്പോൾ പലരും പറയുന്ന ഒരു വാക്കുണ്ട്, ഇത് പ്രായത്തിൻ്റെ പ്രശ്നമായിരിക്കും. എന്നാൽ പുതിയതോ അസാധാരണമായ സിംറ്റങ്ങൾ എല്ലാം പ്രായത്തിൻ്റെ പേരിൽ അവഗണിക്കരുത്. ഉദാഹരണത്തിന് പെട്ടെന്നുള്ള നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, മുഖം, കൈ, കാൽ പെട്ടെന്ന് ദുർബലമാകൽ, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ബോധക്ഷയം തുടങ്ങിയ ഗുരുതര ലക്ഷണങ്ങൾ ഉണ്ടായാൽ അടിയന്തര മെഡിക്കൽ ഹെൽപ്പ് തേടണം. അവസാനമായി പറയുന്നത്, 60 വയസ്സ് ഒരു അവസാനമല്ല. നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനും മനസ്സിനെ സജീവമാക്കാനും ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കാനും കഴിയുന്ന ഒരു പുതിയ ഘട്ടമാണ്. ദിവസവും കുറച്ച് നടക്കുക, പേശികളെ ശക്തിപ്പെടുത്തുക, നല്ല ഭക്ഷണം കഴിക്കുക, മതിയായ ഉറക്കം നേടുക, റെഗുലർ ഹെൽത്ത് ചെക്സ് നടത്തുക, മരുന്നുകൾ ശരിയായി ഉപയോഗിക്കുക, മറ്റുള്ളവരുമായി ബന്ധം നിലനിർത്തുക. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ആരോഗ്യത്തെ നാളത്തേക്ക് മാറ്റിവെക്കരുത്. 60 കഴിഞ്ഞുള്ള ജീവിതത്തിൻ്റെ ലക്ഷ്യം കൂടുതൽ വർഷങ്ങൾ മാത്രം ജീവിക്കുക എന്നതല്ല, കൂടുതൽ ആരോഗ്യത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും സന്തോഷത്തോടെയും ആ വർഷങ്ങൾ ജീവിക്കുക എന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. ശ്രദ്ധിക്കുക, ഇത് പൊതുവായ ആരോഗ്യ വിവരങ്ങൾ മാത്രമാണ്. വ്യക്തിഗത ചികിത്സയുടെ ഡയഗ്നൈസിങ്ങിനോ പകരമല്ല. നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുയോജ്യമായ അഡ്വൈസിനായി GP അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ സമീപിക്കുക.